നമ്മൾ തെലുങ്കാന ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കർഷകരുടെ തോട്ടങ്ങളാണ് കേട്ടോ. ഫുൾ കൃഷിയാണ് ഇങ്ങോട്ട്. നെല്ല്, അതുപോലെ തന്നെ ഗോതമ്പ്, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കൃഷികളാണ്. മൊത്തം കൃഷികളാണ്. ഇവിടെ എന്തിൻ്റെയോ കൃഷി, ഗോതമ്പാണ് തോന്നുന്നു. ഇവിടെ എന്തിൻ്റെ കൃഷി കണ്ടില്ല. ഇതുപോലെ ഫുള്ള് നമ്മൾ വരുന്ന റോഡ് സൈഡ് ഫുള്ള് കൃഷി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫാർമേഴ്സ് ഇവരുടെ, അതായത് ഇവിടെ കർഷകരുടെ വീട് ഇവിടെ തൊട്ട് അടുത്താണ്. ഇവരുടെ ഒരു ഗ്രാമം ഇവിടെ അടുത്താണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അവരുടെ ആ ഒരു പഴയകാല ആ ഒരു സെറ്റപ്പ് പോലെയാണ് അവരുടെ വീടുകൾ. കുഞ്ഞു കുഞ്ഞു കുടിലുകൾ, അങ്ങനെയാണ് അവർ ആ വീട് ബിൽഡ് ചെയ്തേക്കുന്നത്. ആ ഒരു വീട് അതിപ്പോൾ കാണാം. കണ്ണാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായിരുന്നു. അവരുടെ കുഞ്ഞു കുഞ്ഞു കുടിലുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഇവിടെ കർഷകരുടെ വീടാണിത്. കണ്ടോ അവരുടേതായിട്ടുള്ള, കണ്ടോ ഇതൊക്കെ അവരുടെ ഈ മണ്ണിൽ പണി ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. മണ്ണിൽ ഇതുപോലെ മുള കൊണ്ടൊക്കെ കുത്തിമറച്ചതും അങ്ങനെയായിട്ടുള്ള ഇതൊക്കെ വീടുകളാണ്. ഇത് മൊത്തവും കണ്ടോ, ഇത് വീടാണ്. കണ്ടോ ഹൈവേയിലൊന്നും തിരിഞ്ഞ് കുറച്ചിനുള്ളിലോട്ട് കയറിയതേ ഉള്ളായിരുന്നു ഇവരുടെ ഈ ഗ്രാമത്തിലോട്ട്. കുറച്ച് ജസ്റ്റ് ഇത് മെയിൻ ഹൈവേ. ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്നുള്ളിലോട്ട് കയറിയപ്പോഴായിരുന്നു നമ്മൾ ആ ഒരു സംഭവമൊക്കെ കണ്ടത്. പിന്നെ നോക്കാം. ഹൈവേയിൽ കൂടെ പോയപ്പോഴത്തേക്കും ഒരു ഹോട്ടൽ പോലെ തോന്നിയതാണ് കേട്ടോ. ഹോട്ടൽ പോലെ തോന്നിയതല്ല, ഹോട്ടലാണ് സംഭവം. ഇവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നൊന്ന് നോക്കാം. ഹായ് സൗണ്ട് കറ നമ്മുടെ അച്ഛന്മാർ വന്ന് ബൈക്കൊന്ന് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാണ്. അതൊന്ന് ചെയ്തിട്ട് അവരങ്ങ് പോയി കേട്ടോ. ഓക്കെ, എന്തായാലും നല്ല സ്നേഹമുള്ള പയ്യന്മാർ. ഹായ് ബുള്ളറ്റ് ഭയ്യ, കാശ്മീർ ലഡാക്ക്. നമ്മൾ കറക്റ്റ് മച്ചാനെ, ഇത് നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന ഇത് ലൊക്കേഷൻ വന്നിട്ട് എവിടെയായിരിക്കും? ലൊക്കേഷൻ നോക്കണോടാ, പക്ഷെ നമുക്കിനി നാഗ്പൂർ ഒരു 150 കിലോമീറ്റേഴ്സിനകത്ത്. ഓ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയില്ലേ? മഹാരാഷ്ട്ര ബോർഡർ ആയി. തെലുങ്കാന കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര ബോർഡർ നമ്മൾ കയറി. മഹാരാഷ്ട്ര ബോർഡർ കയറി. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പാണ്ടർകോട. ഈ ലൊക്കേഷന്റെ പേര് പാണ്ടർകോടയാണ്. പാണ്ടർകോട തെലുങ്ക് ഹിന്ദി. അങ്ങനെ നമ്മൾ എന്തായാലും വല്ലതും കഴിക്കാൻ കിട്ടുമെന്നൊന്നും പോലും. My big brother. Oh, okay. I am from Adilabad. അവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചോദിച്ചാണ്. അവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കണേ കേട്ടാ. നമ്മൾ കഴിക്കാൻ നിർത്തിയപ്പോഴത്തേക്ക് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. നമ്മുടെ അടുത്ത് എവിടെ പോകണമെന്നൊക്കെ ചോദിച്ചു.
എന്തായാലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സംഭവം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. നല്ല രസമുണ്ട്. ഇതാണ് ഇവരുടെ കൾച്ചർ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. എന്താ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ റൊട്ടി മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കിയൊന്നും മനസ്സിലായില്ല. നോക്ക്. എനിക്ക് റൊട്ടി ഇല്ല. ചപ്പാത്തി ഇല്ല മച്ചാ. അല്ല റൊട്ടി. കഷ്ടപ്പെടും കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. നല്ല രീതിയിൽ കഷ്ടപ്പെടും. കഴിക്കാൻ വേണ്ടിയിട്ട് ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അകപ്പാട് അറിയാന്നുള്ളത് മലയാളം, തമിഴ്, ഹിന്ദിയൊക്കെ ഇംഗ്ലീഷ്. ഹിന്ദിയൊക്കെ പഠിപ്പിക്കാൻ വിട്ടപ്പോഴത്തേക്ക് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് 2 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യായിരുന്നു. ചെറുക്കൻ പറഞ്ഞത് മനസ്സിലാവണമില്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അറിഞ്ഞിരിക്കണം. ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ പെട്ട്. ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി, നാരങ്ങ, ഉപ്പ് തന്നെയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതാണിപ്പോൾ ശരിക്കും ഫസ്റ്റ് വന്നിട്ടുള്ളത്. വിശപ്പ് കാരണം എല്ലാവരും ഉള്ളി കഴിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി പുറകെ എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഓംപ്ലേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓംപ്ലേറ്റ് ഇവിടുത്തെ ഓംപ്ലേറ്റ് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. അത്യാവശ്യം എങ്ങനെയുണ്ടോ ഓംപ്ലേറ്റ്? എവിടെയോ എന്തോ കുഴപ്പം. എന്ത് കുഴപ്പം? മച്ചാ സാപ്പിട്ട് പറ എപ്പടി ഇരിക്കാം. ഉപ്പ് ജാസ്തിയാ? ലൈറ്റാ. ഉപ്പ് കുറച്ച് കൂടുതലൊന്നും. ഇനി അടുത്തിന് വരാൻ പോണത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ അടുത്തിന് എന്തിനാണ് പറഞ്ഞതെന്ന്. പ്ലേറ്റ് വന്നിട്ടുണ്ട്. കുഞ്ഞു പ്ലേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി സാധനം. വിളിയാ ഒരു സാധനം. അടിപൊളി സാധനം കേട്ടോ. നൈസല്ലേ സാധനം? നൈസല്ലേ? അടിപൊളിയൊന്നുമല്ല. അടിപൊളിയൊന്നും അല്ല, എന്നാലും കൊള്ളാം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നൈസ്. ഒരു അത് തന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സപ്പറൊക്കെ ഇത് തന്നെ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സപ്പറും എല്ലാം ഇത് തന്നെ. റൊട്ടി വന്നു. சொல்கிறேன் மச்சா. അപ്പോൾ അത് നമുക്കുള്ള ഇതിനുള്ള കറിയായിരുന്നു കേട്ടോ. എന്തായാലും കഴിച്ചോ കേട്ടോ. അടിപൊളി സാധനം. എനിക്കിഷ്ടപ്പെട്ടു. നൈസ്. കൊള്ളാം. അടിപൊളി.
ജിനെ അങ്ങനെയുണ്ട് ഓക്കെയാണ് നൈസല്ലേ ഓ ഇത് പരിപ്പ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സംഭവം പരിപ്പ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പക്ഷേ ഈ റൊട്ടി റൊട്ടി അടിപൊളി വേന ഇവിടെ കൃഷിക്കായിട്ടുള്ള കിണറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ കിണറുകളൊക്കെ ഇങ്ങനെയാണ്. അകത്ത് പോകാൻ പറ്റുന്നില്ല, ഇവിടെ വേലിയുള്ളതുകൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല. അകത്തോട്ട് പോയാൽ സീനുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി നോക്കാം. അയ്യോ ഇവിടുത്തെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. ഭയങ്കര ഒരുമാതിരി മോശം അവസ്ഥ. ഇവിടെ ഫുള്ള് കൃഷിയാണ്. എന്ത് കൃഷിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ കേട്ടോ. എന്തുവാടാ? ഈച്ചയോ? തേനീച്ചയാ? എവിടെ ഇരിക്കുന്നു? മോനെ ചെറുക്കൻ തേനീച്ചേനെ കണ്ടുപിടിച്ചു കേട്ടാ. ഇവിടെ പഴയകാല ഓർമ്മയിലോട്ട് കൊണ്ടുപോകാടാ. എന്തായാലും നമുക്ക് ഇറങ്ങണം. എടാ ഇത് മറ്റേ യൂഫോറിയ എന്ന് പറഞ്ഞിട്ടൊരു തേനീച്ചയാണ് കേട്ടോ. പെട്ടിക്കിടന്നാണ് അതാണ്. ഇത് യൂഫോറിയ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. തൂക്കനല്ലടാ, ഇത് കോൽത്തേനീച്ച എന്നാണ് നമ്മൾ അവിടെയൊക്കെ പറയണം. കോൽത്തേനീച്ച ഇത് കൊട്ടും, നല്ല ചറവറാന്ന് കൊട്ടും കേട്ടോ. ചറവറാന്ന് കേട്ടാ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. കോൽത്തേനീച്ച നമ്മുടെ ഇതിൻ്റെ തേൻ ഔഷധ ഗുണമുള്ള തേനാണ് കേട്ടോ. ഔഷധ ഗുണമുള്ള തേനാണ്. ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ള തേനാണ് കേട്ടോ അതിൻ്റെത്. ഇത് നൈസാണ് കേട്ടോ. ഇത് തേന് വയ്ക്കുന്നത് ഭയങ്കര രസമാണ്. തേന് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് അതിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വട്ടത്തിൽ അത് റാട്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ മാത്രം ഇങ്ങനെ ഈ ഭാഗത്ത് മാത്രമായിട്ട്, അതായത് ഇവിടെ ഇത്രയിലാണ് ഇങ്ങനെ റാട്ട് കെട്ടുന്നതെങ്കിൽ അതിൻ്റെ മേലെ ഈ കമ്പിൻ്റെ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു മുഴ പോലെ അത്രയും മാത്രമേ തേന് കാണത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് അത് ചെയ്യണത്. ഭയങ്കര നല്ല ടേസ്റ്റുമാണ്, നല്ല ഔഷധ ഗുണമുള്ള സംഭവം. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ തേനീച്ചനെ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെയാണ് തേനീച്ച. നമ്മുടെ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറായിട്ട് വളരെ ചുരുക്കം മാത്രമേ നമ്മുടെ അവിടെയൊക്കെ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ട് സംഭവം അത്. നാരങ്ങയാടാ? നാരങ്ങ നമ്മുടെ അവിടെ ഉണ്ടല്ലോ നാരങ്ങ. അപ്പോൾ ഇവിടുത്തെ ഈ കൃഷി എന്തുവാടാ അത്? അറിയാം മനക്ക്? നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ തേനീച്ചേനെ എടുത്തിട്ട് പോകായിരുന്നു. ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ഫുള്ള് ഇതാണ് ഗോതമ്പ്, അരി, നെല്ലൊക്കെ വിളഞ്ഞു കിടക്കണത് ഭയങ്കര രസമാണ്. ഗോതമ്പും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. കൃഷിപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ വഴിക്ക്. കണ്ടാ ഇത് ഏക്കർ കണക്കിന് അങ്ങ് ബേക്കിലോട്ട് ഫുള്ള് അരിയൊക്കെ ഇവിടെ ഉണങ്ങായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ ഹൈവേയുടെ സർവീസ് റോഡിലാണ് ഫുള്ള് സർവീസ് റോഡിൽ ഇങ്ങനെ നിരത്തിയിട്ടേക്കും ഉണക്കാൻ വേണ്ടി എന്തിനോ ഇങ്ങനെ നിരത്തിയിട്ടേക്കും എന്ന് പറഞ്ഞാൽ അത് ദൂരം അത്രയും ഏകദേശം കിലോമീറ്റർ ദൂരത്തിനാണ് ഈ നെല്ലിങ്ങനെ അവർ ഈ പായ പോലെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നത്. റോഡിൽ സർവീസ് റോഡിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കഴിച്ചിട്ട് അവരൊക്കെ റെസ്റ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലും നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.